അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഹായ് ഷാനു പൊന്നു. ഡൽഹിയിൽ വന്നിട്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഈ കാസിൻ്റെ ഹോൺസൊക്കെ ഇല്ലേ, പിന്നെ ബൈക്ക്. ഷാനുവിന് പോലും ആക്ച്വലി കാറിൽ പോകുന്നതിനെക്കാട്ടി ഇങ്ങനെ റിക്ഷയിൽ പോകാനായിരുന്നു കൂടുതൽ ഇഷ്ടമായ. പിന്നെ നമുക്ക് കൊറേ ഹിന്ദി പടങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഹിന്ദി സിനിമ കണ്ടിട്ടില്ലേ, ഇപ്പൊ ആ സിനിമയിൽ എത്തിയ പോലുണ്ട്. मीना बाजार इन दुबई में भी मीना बाजार है. അതാ ജുമാ മസ്ജിദ്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് ജുമാ മസ്ജിദ് കാണാൻ വേണ്ടിയിട്ടാ. ഇതാണ് ഷൂ മാർക്കറ്റ്. ആക്ച്വലി ഇന്ന് നമ്മൾ 4 പേര് മാസ്കിൽ തന്നെയാണ്. കാരണം നന്നായിട്ട് അവിടെ നമുക്ക് ആ ഡസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പുറത്ത് പോകുമ്പോൾ. അങ്ങനെ ഇതാ നമ്മൾ ജുമാ മസ്ജിദിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുക. ഷൂസ് കഴിക്കണം അല്ലേ. അങ്ങനെ ഇതാ നമ്മൾ ജമാ മസ്ജിദിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഈ ഒരു ഹിസ്റ്റോറിക്കൽ മോസ്കിനെ കുറിച്ചിട്ട് ചെറുത് മുതൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു മോസ്ക് ബിൽറ്റ് ചെയ്തത് ഷാജഹാനാണ്. ഈ ഒരു കോർട്ട്യാർഡ് എന്ന് നോക്കിയാൽ എന്തൊരു ഹ്യൂജാണ്. ആക്ച്വലി ഇറ്റ് ക്യാൻ ഫിറ്റ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഡ്യൂറിങ് പ്രെയർ ടൈം. പിന്നെ കുറച്ചും കൂടി നമ്മൾ ഹിസ്റ്റോറിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദ ലാർജസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ. 17th സെഞ്ച്വറിയിലാണ് ഇത് ബിൽറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ മ്യൂസിക് വീഡിയോ, അതായത് നമ്മളുടെ റീൽസ് ഒന്നും പാടില്ലാന്ന് പ്രത്യേകം അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അവിടെ പ്രേയേഴ്സ് നടക്കുന്നുണ്ടല്ലോ. ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു റെഡ് സ്റ്റോൺസ് ആൻഡ് മാർബിൾ ആർക്കിടെക്ചറൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചെങ്കല്ല് എന്നൊക്കെ പറയല്ല അതന്നെയാണ് സംഭവം. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയണ്ടേന്ന് അറിയില്ല. ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും എനിക്ക് ചരിത്രപരമായിട്ടൊന്നും അറിയില്ല. കണ്ടപ്പോൾ ഇഷ്ടമായി, അൽഹംദുലില്ലാ. അതൊക്കെ കാണാൻ പറ്റിയതിൽ നല്ല ഹാപ്പിയാണ്. ഒരു ജമാ മസ്ജിദുള്ള സ്ട്രീറ്റ് ഭയങ്കര ബിസിയാണ്. ആക്ച്വലി നമുക്കിപ്പോൾ ഒരുപാട് ലോക്കൽ സ്നാക്സ് ട്രൈ ചെയ്യാനും പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഒരുപാട് ഫോറിനേഴ്സിന് നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. എവിടെ പോയാലും സേഫായ സാധനം. ഇതാണ് ചാന്ദിനി ചൗക്ക്. എല്ലാവരും നോക്കിയാ ഇത് അമ്പലമല്ല, അതോടാണ്. ഒപ്പരം നിന്നോളെ. മോളെ ഒപ്പരം അപ്പൊ ഇതാണ് ചാന്ദിനി ചൗക്ക്. ഇതൊക്കെ ഇത് വേണമെന്നാ 30 റുപ്പീസേ ഉള്ളൂ. ഇത് ഓപ്പൺ ആവുന്നേ ഉള്ളൂ അല്ലേ. നമ്മൾ അങ്ങനെ വാങ്ങിട്ട് വന്നില്ലേ പറ്റൂ. നല്ല ലെഹങ്ക ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് രസമുണ്ടല്ലോ അല്ലേ. ഇതൊക്കെ കണ്ട, ഇതൊക്കെ 3000 ആണ് വരുന്നത്. थैंक यू भैया. हाँ ओके.
ये देखें $5,000 ഇതൊക്കെ 5,000 വരുന്ന. आपके लिए चाहिए था? ആക്ച്വലി ഞാനും ഒരു ലെഹങ്ക എടുത്തു. എന്തിനാന്ന് വെച്ചാൽ അറിയില്ല, വെറുതെ ഒരു ലെഹങ്ക എടുത്തിട്ടുണ്ട്. ബദാം മിൽക്ക് എങ്ങനെയുണ്ട്? ഇതാ നമ്മളിപ്പോൾ റെഡ് ഫോർട്ടിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇവിടെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇറ്റ് ടേക്സ് ടൈം. നെറ്റ് നല്ല സ്ലോ, അതുകൊണ്ട് ലോഡിങ് അങ്ങനെ തന്നെയൊക്കെ വീണ്ടും ക്യൂവിൽ നിന്നിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞേ പറ്റൂ, ഇറ്റ്സ് നോട്ട് ഈസി, നോട്ട് അറ്റ് ഓൾ. സത്യം പറഞ്ഞാൽ ഈസി അല്ല കേട്ടാ. എന്താ ഷാൻ്റെ അഭിപ്രായം? So much noise pollution, so much things are happening outside. ആക്ച്വലി ഞാനിപ്പോൾ പറഞ്ഞ പോലെ അത്ര ഈസി അല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നോയ്സ് പൊല്യൂഷന്, പിന്നെന്താ പറയുക, അവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പിക്ക് പോക്കറ്റേഴ്സ് ഉണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് മൊബൈൽ എടുക്കുമ്പം തന്നെ അവിടെയുള്ള ഡ്രൈവേഴ്സും ഒക്കെ നമ്മളോട് സ്പെസിഫൈ ചെയ്തിട്ടെന്ന് പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം ആരെങ്കിലും എടുത്ത് ഓടും എന്നൊക്കെ. അതുകൊണ്ട് നമ്മളും കുറച്ച് കെയർഫുള്ളായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈദിൻ്റെ നെക്സ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡഡും ആയിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുക. ബാക്കിയൊക്കെ പറഞ്ഞാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ ആ ഒരു റെഡ് സ്റ്റോൺസ് തന്നെ, നമ്മുടെ ആ ചെങ്കല്ല് കൊണ്ട് തന്നെ, അതന്നെ നമുക്ക്, അതായത് നമ്മൾ പണ്ട് നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ബുക്സിലൊക്കെ കാണുന്ന ആ ഒരു റെഡ് ഫോർട്ടില്ലേ, അതന്നെ ശരിക്കും കണ്ട പോലെ ഉണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു. ഇതിനകത്തും നമ്മൾ ഈ ചാന്ദിനി ചൗക്കി കണ്ട പോലെ തന്നെ ഇതാ നമുക്ക് ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാ കാണാൻ പോകും നമ്മൾ. ചാനു, can you believe? ഒരു ഫീലിംഗ് അല്ലേ? I know that much, like we've all heard of Mahatma Gandhi and seeing him, seeing him എന്ന് പറയാൻ പറ്റില്ല. yeah, but still, ഷാനുന്റെ ഫീലിംഗ് എന്താ? it's the only way to see him in this time. That's true. അങ്ങോട്ടല്ലേ സമാധി. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളെല്ലാവരുടെയും മനസ്സിലൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പിന്നെ നല്ലൊരു കാം ആൻഡ് ക്വൈറ്റ് ആയിരുന്നു. ഇതുവരെ ഉണ്ടായ ആ ഒരു നോയ്സ് പൊല്യൂഷൻ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കിടക്കല്ലേ അവിടെ എത്തിയപ്പോൾ ഒരു വല്ലാത്ത ഫീൽ തന്നെയായിരുന്നു. ഇതൊക്കെ നമ്മൾ നമ്മുടെ എന്താ പറയാൻ, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണല്ലോ ഓർമ്മ വരാൻ. ഗാന്ധിജി, പിന്നെ ഇതാ രാജീവ് ഗാന്ധിയുടെ, ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മളവിടെ കുറച്ച് സമയം നല്ല ഒരു, അവിടെ അങ്ങനെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അധിക പേര് ഉണ്ടായിരുന്നില്ല, ഐ മീൻ ക്രൗഡഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. സൈസ് കറക്റ്റാണോ കേട്ടോ? ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഹുമയൂൺസ് ടോംബ്. എല്ലാം അടുത്തടുത്തായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു പോകാൻ വേണ്ടിയിട്ടു. ഇതാ ഹുമയൂൺ ടോംസിനെ കുറിച്ച് പിന്നെ നമ്മൾ പറയേണ്ടതില്ല. ആക്ച്വലി ഇത് 16th സെഞ്ച്വറിയിലാണ് ഇത് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ താജ്മഹൽ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമുക്ക് ചുറ്റും സൈഡിൽ ഗാർഡൻസ് കാണാം. ആൻഡ് ആ ഒരു രീതിയിലാണ് ഇത് ബിൽറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതാണ് ഹുമയൂൺ ചക്രവർത്തിയുടെ കബറിടം.
അതിനകത്ത് തന്നെയാണ് വൈഫും പിന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ഖബറിട ഉള്ളത്. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ കുറച്ച് സമയം നിന്നു. പിന്നെ ഒരുപാട് വീഡിയോസൊന്നും അവിടെ നിന്ന് അങ്ങനെ എടുക്കാൻ തോന്നില്ലല്ലോ എന്തായാലും. പിന്നെ പുറത്തൊക്കെ നമുക്ക് ഈ കോട്ടയാട് പോലെ ഒരുപാട് നടക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബേൽപൂരി കഴിക്കണം. ഇരണ്ടാ ഇവിടെ തീരെ സഹിക്കാൻ പറ്റിയതൊക്കെ ഫുള്ള് കച്ചറ കൊണ്ടൊരു കളിയാ ഭക്ഷണം. എല്ലാവരും വാങ്ങിയിട്ട് അങ്ങ് കഴിഞ്ഞാല് റോഡിലേക്ക് തന്നെ വലിച്ചെറിയാം. എന്താ പറയുക? You look so pretty, beautiful. बहुत सुंदरी सुंदर. അങ്ങനെ ഇനി നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ലോട്ടസ് ടെമ്പിളാണ്. ലോട്ടസ് ടെമ്പിളിൻ്റെ എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് വിസിറ്റഡ് മോണ്യുമെൻറ്റ്സ് ഇൻ ദ വേൾഡ്. പിന്നെ അതിൻ്റെ സ്പെഷ്യാലിറ്റി അതിൻ്റെ നെയിം പോലെ തന്നെ ലോട്ടസ് ഷേപ്പ് ഡിസൈനാണ്. അത് മെസ്സേജ് എന്താ കൺവേ ചെയ്യുന്നത് എന്നാൽ പീസ് ആൻഡ് യൂണിറ്റി. നല്ല രസമുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? എന്താ ഷാനിന്റെ അഭിപ്രായം? ഇവിടുത്തെ നല്ല ടേസ്റ്റ് കുറവും, അങ്ങനെ പട്ടിണിയൊന്നും ആവില്ല. പിന്നെ നമ്മൾ കുത്തബ് മീനാർ കാണാൻ എത്തിയിരിക്കുകയാണ്. നല്ല ലോങ് ക്യൂ ഉണ്ട്. തന്നുകട QR കോഡ് സ്കാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. പണ്ട് ബുക്കിലൊക്കെ പഠിച്ചല്ലേ, സോഷ്യലിൽ പഠിച്ച കുത്തബ് മീനാർ. അങ്ങനെ നമ്മുടെ കുത്തബ് മീനാർ. ആക്ച്വലി ഈ കുത്തബ് മിനാർ ഉണ്ടാക്കിയത് 12th സെഞ്ച്വറിയിലാണ്. അതായത് ഓവർ 800 years ഓൾഡ് ഉണ്ട്. ഓ, കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് ചുറ്റുമുള്ള ഈ ഒരു പില്ലേഴ്സ് കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ഏതോ ഒരു പഴയ കാലത്ത് എത്തിയ പോലെ ഉണ്ട്. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു അവിടെ എത്തിയപ്പോൾ. സത്യം പറഞ്ഞാൽ നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിച്ച് നമ്മളെ കുട്ടികൾക്കും ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായത്. ടേസ്റ്റ് ഉണ്ടാ? ഇവിടെ തന്നെ ഉണ്ട് കുൽഫി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്നാക്സും ഇതൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ വിശപ്പായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ മോർണിംഗ് പോയില്ലേ, ലൈക്ക് ജമാ മസ്ജിദ്, അതിൻ്റെ അടുത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പറഞ്ഞിട്ട് കരീംകാസ് റെസ്റ്റോറൻറ്റ്. കരീംക നമ്മൾ മലയാളികളല്ലേ, കരീംസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, നല്ല റിവ്യൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഷാനു ഇങ്ങനെ പറഞ്ഞിട്ട് പോവാം നമ്മൾ. കൈ പിടിച്ച് നടക്കുന്നില്ല, കുഴപ്പമില്ല. ഇവിടുത്തെ ഈ ഒരു ഹോണടി കേട്ടിട്ട് നമ്മളെ ചെവി അടിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയണം. അങ്ങനെ നമ്മൾ കരീം റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുക. അങ്ങനെ ഇവിടെ ഭയങ്കര ഫേമസ് ആയ റെസ്റ്റോറൻ്റ് ആക്ച്വലി നമ്മൾ ഈ കരീം റെസ്റ്റോറൻറ്റിൽ നിന്ന് മട്ടൻ്റെ കുറേ ഐറ്റംസ് കഴിച്ചിരുന്നു. പക്ഷെ എന്തോ ആ വീഡിയോ ഇപ്പം നോക്കുമ്പോൾ കാണുന്നില്ല. എന്തായാലും അവിടെ പോയി ട്രൈ ചെയ്യണം കേട്ടോ. ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് പോവാണല്ലേ.
Anyway, what you said?